പിന്നെന്താണ്, അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ലൈവിൽ കുറേ നാൾ വരാതിരുന്നത്. അപ്പോൾ പിന്നെ ഇന്നൊന്ന് വരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എപ്പോഴേലൊക്കെ വരാം, അടുത്ത ഞായറാഴ്ച വരാം. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത സൺഡേ 7 നാട്ടിലെ ടൈം 8:30 അങ്ങനെ വരാം, അതായിരിക്കും നല്ലത്. രതീഷ് ഇപ്പോൾ ഒരു ക്ലൂ കൊടുക്കുക. അല്ല, എനിക്ക് തോന്നുക ഞാൻ രതീഷ് ചേട്ടനെ വിളിച്ച ആളാണ്. ആടെ സ്ഥലം നമുക്കറിയാവുന്ന ഒരു ഫേമസ് ആയിട്ട് ഒരു അമ്പലമുള്ള ഒരു സ്ഥലമാണ്. എനിക്കൊന്ന് ചോറ്റാനിക്കരയാണോ ഏതുകൊണ്ടൊരു അമ്പലമുണ്ട്. പുള്ളി അത് പറഞ്ഞപ്പോൾ ഞാൻ ആ അമ്പലത്തിൻ്റെ പേരാണ് പറഞ്ഞത്. എന്തോ പോയെന്ന് തോന്നുന്നു, മെസ്സേജ് ഇട്ടിട്ട് പോയെന്ന് തോന്നുന്നു ആ വഴി. ഹായ് ബൈജു, ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണോ? രഞ്ജിത്ത് ഹലോ ചേച്ചി, കാണാനില്ല, വരാറില്ല. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇങ്ങോട്ട് എന്ന് എത്തി നോക്കിയത്, അതുകൊണ്ടാണ്. നിങ്ങളൊക്കെ ഈ ലൈവിൽ മാത്രം വരാതെ എൻ്റെ ചാനലിൽ കയറി വീഡിയോസും കൂടെ കാണാം. അതുകൊണ്ട് ഞാൻ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വരാൻ. ബൈ ഡിയർ. വിനീത് പോവാണോ? ഓക്കെ കേട്ടോ, ബൈ. രതീഷ് അപ്പോൾ മറന്നു പോയിട്ടില്ല. ആ അമ്പലത്തിൻ്റെ പേരൊന്ന് പറഞ്ഞേ, ഞാൻ പെട്ടെന്നൊന്ന് ക്യാച്ച് ചെയ്യട്ടെ. സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. വിശേഷം എന്താ വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നല്ല തണുപ്പായിട്ടുണ്ട്. സാറക്കുട്ടി TV കാണുന്നു, അച്ചാച്ചൻ ഡ്യൂട്ടിക്ക് പോയി. പിന്നെന്താ, വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അച്ചാച്ചന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പോയി. ചോറ്റാനിക്കര, യെസ്, ഞാൻ പറഞ്ഞില്ലേ ചോറ്റാനിക്കര. അതെ, കുറേ ആയി കണ്ടിട്ട്. ഞാൻ ഇപ്പം അങ്ങനെ ലൈവൊന്നും മടിച്ചിട്ട് ഞാൻ ലൈവിൽ കയറുന്നില്ലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കമൻസിൽ ലൈവിലെന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഇന്ന് വരാം, കുറച്ച് നേരം ചുമ്മാ സംസാരിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അതാണ് ചോറ്റാനിക്കര. വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. എന്തൊക്കെയുണ്ട് ഹസിൻ്റെ വിശേഷങ്ങൾ? എന്ത് വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഡ്യൂട്ടിക്ക് പോയി, കഴിഞ്ഞ ദിവസം ഓഫ് ഉണ്ടായിരുന്നു, ഇന്ന് ഡ്യൂട്ടിക്ക് പോയി. മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു, പോയി ഉച്ചയ്ക്ക് വന്നു. ഇപ്പോൾ തന്നെ മുമ്പേ വീണ്ടും ഈവനിങ് ഷിഫ്റ്റ് കഴിഞ്ഞ് പോയി. എന്താണ് ഞാനിത് എങ്ങനെ വായിക്കിയത്? എനിക്ക് വായിച്ച് ക്ലിക്കാവുന്നില്ല. അതൊന്നുകൂടെ എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല. ഞാൻ മറ്റേ ശരിയാണ്, എന്നെപ്പോലെ ഇരിക്കുന്നവർ പറഞ്ഞിരുന്നു അല്ലേ? യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. സുഖമാണ് ഇപ്പോൾ, സുഖമില്ല, പനി, ജലദോഷം, ചുമ എന്നിവയാണ്. ഓ ശരി. ഇപ്പം നാട്ടിൽ നല്ല മഴയുണ്ടെന്ന് തോന്നുന്നല്ലേ? ഞങ്ങളുടെ അവിടെയൊക്കെ വിളിച്ചിട്ട് ഭയങ്കര മഴയാണെന്ന് പറഞ്ഞേ. റാന്നി വെച്ചിച്ചിറയിൽ അച്ചാച്ചൻ്റെ വീട്ടിലും കോട്ടയത്തൊക്കെ വിളിച്ചിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ. ഇന്ന് അത്രയില്ല, പക്ഷെ ഇന്നലെയൊക്കെ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര മഴയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കാൻ സമയമായിട്ടില്ല. ഞാൻ എന്താ ചെയ്തത്, ഞാൻ ചായ കുടിച്ചു. പിന്നെ എന്തായിരുന്നു, ഒരു ഇച്ചിരി കേക്ക് ഉണ്ടായിരുന്നു, നമ്മൾ പ്ലം കേക്ക് വാങ്ങിച്ചായിരുന്നു, അപ്പോൾ അത് ചായയും കുടിച്ചു. പിന്നെ സമയമായിട്ടില്ല, 7:15 7:20 ആയതേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ സമയമായിട്ടില്ല. പിന്നെന്താണ് നിങ്ങൾക്കൊക്കെ വിശേഷങ്ങൾ? പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ കേട്ടോ, വേറെ ഒന്നുമല്ല, ഞാനും കട്ട് ചെയ്തേക്കാമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ സന്തോഷം. അപ്പം സത്യം പറഞ്ഞാൽ എന്നോട് ലൈവ് വരുന്നില്ലെന്ന് ചോദിച്ച ആളെ കാണുന്നില്ല. കുറേ നാളായി ഞാൻ വന്നിട്ട്, മേ ബി അതുകൊണ്ടായിരിക്കും.